ഹലോ, വെൽക്കം ടു രേഷ്മാസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ വന്നേക്കുന്നത് ഒരു ബട്ടർസ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന പ്രലൈൻ്റെയും ബട്ടർസ്കോച്ച് സോസിൻ്റെയും കൂടെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലോട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം. 240 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം നല്ലതായിട്ട് ഈ മൈദയിലോട്ട് മിക്സായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സൈഡിലോട്ടേക്ക് മാറ്റാം. ഇനി ഡ്രൈ ആയിട്ടുള്ളൊരു മിക്സി ജാറിലോട്ട് നല്ല തണുപ്പൊക്കെ മാറിയിട്ടുള്ള 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ തണുപ്പൊന്ന് മാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 3 മുട്ട ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ മിക്സി ജാർ ഡ്രൈ ആയിട്ടുണ്ടാവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്സി ജാറിൽ ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മുട്ട ശരിയായിട്ടൊന്ന് ബീറ്റായി പതഞ്ഞ് വരില്ല. അപ്പോൾ നമുക്ക് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. നമ്മുടെ മിക്സി ജാർ ഒത്തിരി അങ്ങ് ചൂടായി പോകാൻ പാടില്ല. അപ്പോൾ നോക്കിക്കേ, ഞാൻ നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഒരു 1/2 കപ്പോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച പഞ്ചസാരയും ചേർത്തിട്ട് നമ്മൾ നല്ലതായിട്ടൊന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളൊരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും. ഇനി ഇതിലോട്ട് ഞാനൊരു 1 ടീസ്പൂണോളം വെനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ബട്ടർസ്കോച്ചിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഓൺലൈനിലേക്ക് കൂടി വാങ്ങിച്ചതാണ് ഈ ബട്ടർസ്കോച്ചിൻ്റെ എസൻസ്. ഈ ഒരു ബോട്ടിൽ 200 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു എസൻസും കൂടെ ബട്ടർസ്കോച്ചിൻ്റെ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആക്ച്വൽ ശരിയായ ബട്ടർസ്കോച്ച് കേക്കിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് ഈ കേക്കിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതും കൂടെ ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ബട്ടർസ്കോച്ച് എസൻസും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മുട്ട. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് അങ്ങ് പ്രഷർ കൊടുത്തിട്ട് ഇളക്കാൻ വേണ്ടി പാടില്ല. ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഹാർഡായി പോവും. ഇതുപോലെ ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ 3 പ്രാവശ്യമായിട്ട് കുറച്ചായിട്ട് ഇട്ടിട്ട് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. നോക്കിക്കേ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഗ്രീസ് ചെയ്ത് വെച്ചതാണ് ഈ കേക്ക് ടിന്ന്. ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൈദപ്പൊടി ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി എടുത്തതാണിത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിതിലോട്ടേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ 10 മിനിറ്റ്സ് ആയിട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളൊരു പാത്രമാണ്. ഇതിലോട്ട് റിങ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ്സോളം പ്രീ ഹീറ്റ് ചെയ്തൊരു പാത്രമാണിത്. ഇനി നമുക്കിത് 30 to 40 മിനിറ്റ്സ് ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. അതിൻ്റെ മിഡിൽ നമ്മൾ തുറന്നു നോക്കാൻ പാടില്ല. 30 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കേക്കിൻ്റെ സ്മെല്ല് വരുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുവരെക്കും ഇത് സിമ്മിലിട്ടിട്ട് ഞാനൊരു 40 മിനിറ്റ്സ് വരെക്കും ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 40 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് നമ്മുടെ കേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ കയ്യിൽ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഒന്നുമില്ല. ഞാൻ കത്തിയാണ് ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇതിലൊട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നമ്മുടെ കേക്ക് ഇവിടെ നല്ലതായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കേക്ക് ഒന്ന് തണുത്തിട്ടുണ്ട്. ഞാൻ ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേക്ക്. അപ്പോൾ പ്രലൈൻ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ബാദാമും അണ്ടിപ്പരിപ്പുമാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് ബാദാമും 1/4 കപ്പ് അണ്ടിപ്പരിപ്പും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കളറ് മാറുന്നത് വരെക്കും നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. കുറച്ച് ഇട്ടിട്ട് ഞാനിങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഫുള്ളൊന്ന് പൗഡർ ആയി പോകേണ്ട ആവശ്യമില്ല. ഇതുപോലൊന്ന് പൊടിച്ചെടുക്കണം.
ഇനി നമുക്ക് നമ്മുടെ ഈ കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രലൈൻ ചെയ്തെടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽട്ടായി വരണം. ഒന്ന് സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മെൽട്ടാക്കി എടുക്കാം. കാരമൽ ചെയ്തെടുക്കാം നമ്മുടെ ഈ ഷുഗർ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മെൽട്ടായി വരുന്നുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, അപ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ നോക്കിക്കേ നല്ലതായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ചെറിയ പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ നട്ട്സും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ ഞാനൊരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സായി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചൂടോടുക്കെ തന്നെ നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ ഒരു സിൽവർ ഫോയിലോ അല്ലെങ്കിൽ നമ്മുടെ ബേക്കിംഗ് ഷീറ്റോ അതും അല്ലെങ്കിൽ നമ്മൾ ഒരു പ്ലേറ്റിൽ കുറച്ച് ഓയിലൊന്ന് തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് തണുത്ത് പോകാൻ പാടില്ല, തണുത്ത് പോയാൽ ഗട്ടിയായി പോവും. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു ഷീറ്റ് നമ്മൾ ആദ്യം റെഡിയാക്കി വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ പ്രലൈൻ അതിൽ കിടന്നിട്ട് ഗട്ടിയായി പോവും. ഇനി നമുക്ക് ബട്ടർസ്കോച്ച് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിമ്മിൽ വെച്ചിട്ട് നമുക്കിത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല, അപ്പോൾ കരിഞ്ഞു പോകും. ഇതിവിടെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു 1/4 കപ്പോളം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർത്തിട്ടുള്ളത്. ഇനി ബട്ടർ ഒന്ന് മെൽട്ടായി വരുന്നത് വരേക്കും നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/2 കപ്പോളം ഇതിൻ്റെ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇതിലും ഞാനൊരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ്. ഇനി ഇതിലോട്ട് ഞാനൊരു 1/2 ടീസ്പൂണോളം ബട്ടർസ്കോച്ച് എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് നനച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു 1/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി തണിയാനായിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ പ്രലൈൻ തണുത്ത് വന്നിട്ടുണ്ട്. നോക്കിക്കേ നല്ല ഗട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ ആദ്യം ഇതൊന്ന് കുറച്ച് പീസസ് എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ എടുക്കണമെങ്കിൽ എടുക്കാം. അത് നമ്മുടെ താല്പര്യാനുസരണം നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് ഞാൻ കുറച്ച് പീസ് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി പീസ് ഒന്ന് പൗഡറാക്കി എടുക്കുന്നുണ്ട്. മൊത്തം ഫുൾ അങ്ങ് പൗഡറായി പോകണ്ട, ഇതുപോലൊന്ന് പൗഡറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പ്രലൈനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രീം ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു വലിയ സ്റ്റീൽ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു ഗ്ലാസ് ബൗൾ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്കേഴ്സിൻ്റെ വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏത് നമ്മൾ വിപ്പിംഗ് പൗഡറാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ബാക്കിൽ അതിൻ്റെ ഡയറക്ഷൻസ് ഉണ്ടാവും, അത് പ്രകാരം നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇതിനിപ്പം നമ്മൾ ഒരു 1 കപ്പ് വിപ്പിംഗ് പൗഡർ എടുക്കുന്നുണ്ടെങ്കിൽ അതിലോട്ട് 1 കപ്പോളം മിൽക്കാണ് അവർ പറയുന്നത്. 100 ഗ്രാംസിന് 100 ഗ്രാംസ് മിൽക്ക് ഓർ വാട്ടർ, അതാണ് അവിടെ അവർ ഡയറക്ഷൻസിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ ഞാനിപ്പം 1 കപ്പ് വിപ്പിംഗ് പൗഡർ എടുക്കുന്നുണ്ടെങ്കിൽ 1 കപ്പോളം മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഞാൻ നോക്കിയിട്ട് കുറച്ചായിട്ടാണ് എപ്പോഴും ചേർത്ത് കൊടുക്കാറ്. ഇല്ലെങ്കിൽ നമ്മുടെ ക്രീം എനിക്ക് ലൂസായി പോകുന്നത് പോലെയാണ് തോന്നാറ്. ഞാനിപ്പം 240 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വിപ്പിംഗ് പൗഡറാണ് ഇപ്പോൾ എടുത്തു കൊടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്കത് ഈ ഒരു കേക്ക് കവർ ചെയ്തെടുക്കാനായിട്ട് മതിയായിട്ടില്ല. ടോട്ടൽ ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് പൗഡർ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ 1 കപ്പാണുള്ളത്. ഞാൻ ഇതിൽ നമ്മൾ പാലൊഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തണുത്ത പാലൊഴിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. മിൽക്ക് ഞാൻ മുഴുവനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല, നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രീം നല്ലതായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു 1/4 കപ്പോളം ഇപ്പോൾ പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും നമുക്ക് നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂണോളം ബട്ടർസ്കോച്ച് എസൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ച് യെല്ലോ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നോക്കിക്കേ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ല ടൈറ്റായിട്ട് നല്ല റെഡിയായി വിപ്പായി വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിലോട്ടൊരു ഒരു ഹാഫ് ആൻ അവർ ആ ക്രീം ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ ആദ്യം ഞാൻ കത്തീനെ കൊണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ത്രെഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ആ ഗ്യാപ്പിലോട്ട് ഒന്ന് ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് സെക്കൻഡ് ലെയറും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 3 ലെയർ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് വരക്കുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പണിയായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറ്. ഐസിങ് ചെയ്യുന്നതിൽ ഞാൻ വളരെ മോശമാണ്. എനിക്കെന്തോ അത്ര പെർഫെക്റ്റ് ആയിട്ട് ഐസിങ് ചെയ്യാനായിട്ട് വരാറില്ല. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ചെയ്തൊരു കേക്കായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതൊന്ന് നിങ്ങൾക്കൊന്ന് അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. ഈ ഐസിങ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും തന്നെ പെർഫെക്റ്റ് അല്ല. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ കേക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുവരെ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ആൾക്കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫസ്റ്റ് ലെയറിലൊന്ന് ക്രീം ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ഈ ബട്ടർസ്കോച്ചിൻ്റെ സോസ് കൂടെ കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള നട്ട്സ് ആ പ്രലൈൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. നല്ലതായിട്ട് തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കേക്ക് നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും, ഡ്രൈ ആയി പോവില്ല. കേക്ക് നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷെങ്കിൽ ഇതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുന്ന ഡെക്കറേഷൻസൊക്കെ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഇതിപ്പം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നല്ല റെഡിയാക്കി എടുക്കാം. അപ്പോൾ സെക്കൻഡ് ലെയറിലും ഇതുപോലെ ഒന്ന് ക്രീം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സോസ് ഒഴിച്ചു കൊടുക്കാം. ബട്ടർസ്കോച്ച് സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ പ്രലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ലാസ്റ്റ് ലെയറും കൂടെ വെച്ച് ഒന്ന് നല്ലതായിട്ടൊന്ന് ക്രീം തേച്ച് കൊടുക്കാം. ഫസ്റ്റ് നമ്മളൊരു കോട്ട് ചെയ്തിട്ട് ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ പിന്നൊരു ലെയർ ഒന്നുകൂടെ ക്രീം തേച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഒന്ന് തേച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ഒരു കോട്ട് അടിക്കും. അതുവരെക്കും നമുക്കൊന്ന് ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു സെക്കൻഡ് കോട്ട് കൊടുക്കുവാണ്. പിന്നെ ഇതിന് ഫുൾ ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ മുകളിൽ ബട്ടർസ്കോച്ച് സോസ് ഒഴിച്ചു കൊടുക്കും. പിന്നെ നമ്മുടെ പ്രലൈനും ഒക്കെ വെച്ച് കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മൊത്തം സ്മൂത്ത് ഫിനിഷിങ്ങിൻ്റെ ആവശ്യമില്ല ഈ കേക്കിന്. ഈ ഒരു സെക്കൻഡ് കോട്ടിങ് കൊടുത്തതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ബട്ടർസ്കോച്ച് സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ടർസ്കോച്ച് സോസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഫ്ലവർ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ സൈഡിലും കുറച്ച് പ്രലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇത് ഒരു ബോൾസാണ്, ബട്ടർസ്കോച്ച് ബോൾസാണ്. ഞാനിത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ്. ഇത് ജസ്റ്റ് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്, ബട്ടർസ്കോച്ച് നട്ട്സ്. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കി വന്ന പ്രലൈനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ആ ബട്ടർസ്കോച്ച് നട്ട്സ് ഇല്ലേ, ആ ബോൾസ്, ബട്ടർസ്കോച്ച് ബോൾസ്, അതും ഞാനിതിൻ്റെ ചുറ്റിലും ഒരു ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ റൗണ്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മിഡിലോട്ട് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്രലൈൻ പീസസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ചെയ്തെടുക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല, പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു റെസിപ്പിയായി കാണുന്നത് വരെക്കും ബൈ.